இப்போ நம்ம வந்து பார்க்க போகிற வீடியோ ஐயாக்கு ஃப்ளூட் முதலே சொல்லிடுறேன், அதனால கொஞ்சம் டல்லாக உட்காந்துட்டு இருக்கான். பட் அஃப்கோர்ஸ் நாங்கள் வந்து எங்களை சியர் பண்ணணும் அப்படிங்கிறதுக்காக நாங்களே வந்து கறிக்கோட ஜாம் பண்ணிடலாம் அப்படின்னு சொல்லி டிசைட் பண்ணியிருக்கோம். கறிக்கோட ஜாம் எடுத்து கறிக்கோட ஜாமோட நம்ம ஜாம் ஆகுறோம். ஜாம் எபிசோட் ஸோ லெட்ஸ் ஜாம். ஸோ மாத்திரை எடுத்து அப்படியே ட்ரௌசியாக இருக்குது, அதனால வந்து கொஞ்சம் அப்படி வந்து பலப்படுத்தலாம் அப்படின்னு அப்படி. ஓகே, ஸோ இந்த பிரயோகம் பார்க்குறோம். ஸோ வித் தேட் சார் ஐ திங்க் லெட்ஸ் கண்டினியூ அண்ட் ரியாக்ட் டு கறிக்கோட ஜாம் அண்ட் அதுக்கப்புறம் இன்னும் நிறைய பேசலாம். சிஜி ஒர்க் இல்ல. ஓ நீங்க அப்படி என்ன போனா இது என்னதுடா எக்ஸ்ட்ரா தானே? என்ன காரு பெருசா இருக்கு. கரெக்டாவோ இல்லைன்னா வேணும். ഞാൻ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി ഒരു കൊച്ചു പൂച്ചക്കുട്ടീനെ തന്നു. ഞാൻ എന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് കിങ്ങിണിന്ന് പേര് വെക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച പാലെ കുടിച്ച് വളർന്നത്. കുറെ നാളെ എല്ലാരും കണ്ടിട്ട്. നീട്ട് 2 മാസമല്ലേ ആയിരുന്നു? അതാ കുറെ നാളായെന്ന് പറഞ്ഞാ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിപ്പുലിയായി. പുള്ളിപ്പുലിയാ? എടാ നമുക്ക് പോയി മുട്ട വെച്ച് കഴിക്കാം. പുള്ളിപ്പുലി അല്ലടാ പുലി. നമുക്ക് പോയി മാങ്ങ പറിക്കാം. നീ കറക്റ്റ് ഉണ്ണിമാമന്റെ വണ്ടിയാ. അറബിയുടെ അതേ വണ്ടി, പക്ഷെ നമ്മുടെ റോഡിന് അടിപൊളി വണ്ടിയാട്ടാ. എന്താളിയാ ഫാദറെ കിട്ടിയാ? കിട്ടടാ കിട്ടിയത് വന്നോണ്ടിരിക്കുക. എന്നാ രണ്ടും കൂടി എന്റെ ഫ്ലാറ്റിലേക്ക് പോര്. നമ്മുടെ കലൂരി മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അറബിയുടെ ഭക്ഷണമാണ് ഭക്ഷണം. ഇതുകൂടെ കൂട്ടി കഴിച്ച് കഴിക്കുന്നു. കട്ട് பண்ணிட்டு നമുക്ക് കുറച്ച് ചോറ് കഴിച്ചാലോ? ഞാനങ്ങോട്ട് പറയാൻ വരും. നല്ല പുത്തിരി ചോറ് അതിനകത്ത് കുറച്ച് പുളിശ്ശേരിയോ തൈരോ എന്തെങ്കിലും ഇട്ടിട്ട് എനിക്ക് കുഴിമന്തി മതി. വിടാ നല്ല ചുമല ചമ്മന്തി ഇട്ടുന്ന കട നോക്കി. ഇവിടെ ചവിട്ടാനല്ല. ആള് വട്ടം ചാടിയപ്പോ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തതാ. ലെവൽ 2 ADAS ഫീച്ചർ. പണ്ട് ഞങ്ങളുടെ വണ്ടി ആ സ്പോട്ടിൽ നിന്നില്ലേ, ഒട്ടകത്തിന്റെ കണ്ണ് നനഞ്ഞു ഇങ്ങനെ. അറിയൊന്നുമില്ലേ? അല്ല നീ വണ്ടി ഒന്നും നോക്കിയത് ഞാൻ കുടിച്ചു. ഇതെങ്ങനെയാ ഈ വണ്ടിക്ക് മെസ്സേജാ? கரெக்டாவோட இதை பண்ணிட்டாங்களா? மொபைல்ல வச்சு என்ன கண்ட்ரோல் ചെയ്യാം. கீழ ஏதோ மலையாளத்துல போயிட்டு புள்ளிப்புலியோ இது சொல்றேன் ட்ரை பண்ணிட்டே இருக்கு. நியூ ஃபீச்சர் சொல்றாங்க. മരുൺ കൊറേല്ലേ വിളിക്കണ്ട, അവന്റെ ഫ്ലാറ്റിൽ പോകണ്ട നമുക്ക്. അവിടെ നൈറ്റ് ഷിഫ്റ്റ് വർക്കാ. എടാ എവിടെ പോയി കിടക്കണോ? എത്ര നേരം നിന്നെ കിടന്നു വിളിക്കണം? എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ പാടില്ല. അതല്ലാതെ ഞങ്ങളിപ്പോ തിരിച്ചു വിളിച്ചത്. അവിടെ രാവിലെ കൂട്ടുകാരുടെ കൂടെ കുറെ കറങ്ങി അടിച്ച് കിടന്നു, കുറെ ഫുഡൊക്കെ തന്നെ. ഈ പ്രായത്തിലുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തുടങ്ങി. എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിന്റെ വീണ്ടും ലൊക്കേഷൻ അയച്ചാ? അങ്ങോട്ടൊന്നും പോകണ്ട, ഞാൻ അവിടെ ഇല്ല. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതൊന്നും പറ്റുന്നില്ല, എനിക്കിപ്പോ നിന്നെ കാണണം. 3000 കിലോമീറ്റർ അപ്പുറത്ത് ഞാനിപ്പോ വന്നേക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യും, ഓഫീസിന് താഴെ വന്നിട്ട് വിളിക്കും, ഞാൻ താക്കൂല തരാം. എന്നാ നിന്റെ ലൊക്കേഷൻ അയച്ചാ ഞങ്ങൾ അങ്ങോട്ട് വരുവാ. എന്തായി സാറേ? ഞാനൊരു ഹാഫ് ഡേ ലീവിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നിന്നാണ്. എന്ത് പോസ്റ്റാണ് വന്നത്? ദുബായി പോയിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. ഇല്ലേ? അതെ, രണ്ടിനോടും ഒരു കാര്യം പറഞ്ഞേക്കാം, നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളണം. ആവശ്യമില്ലാതെ ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. അവിടെ കുറെ പ്രായമുള്ള ഫാമിലിയൊക്കെ താമസിക്കലാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ വെച്ചിട്ട് പണിയാണ്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വഴിയാതെ വെക്കരുത് രണ്ടും കൂടി കേട്ടോ. നീ വരുന്നില്ല, നിങ്ങൾ പോയി കയറിക്കോ, ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. അവര് ഇക്കളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്കും. അവന് ഞാൻ വെള്ളം എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നീ പോയി ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് പോവാ. തിരുവാതിര കളിക്കുന്നോ? പോയി ലീവ് എടുത്തോണ്ട് പോടാ. നിനക്ക് എന്തുകൂടാ കുടിക്കാൻ വേണ്ടത് പറയടാ.
പേരൊക്കെ എഴുതിയിട്ട് പോട്ടോ. എന്താ പേര്? വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്ന് വിളിക്കും കേട്ടോ. ചേട്ടൻ നമ്പർ എത്ര? 04 04 84 84 543 543 മൂന്ന് നമ്പർ എക്സ്ട്രാ ഇട്ടുണ്ട് കേട്ടോ. ഫാൻസി നമ്പർ ഒക്കെ ആണല്ലോ. ഗുഡ് നൈറ്റ്. അയ്യോ അയ്യോ என்னவோ இருக்கு. ആ ബെസ്റ്റ് ഇഷ്ടമില്ലേ? വാടാ സ്റ്റെയർ കയറാം. என்னப்பா എത്ര നാളെ കേറിട്ടും തീരുന്നില്ലല്ലോ. അതെ ഞാൻ പറഞ്ഞ മുട്ടായി റിമോട്ട് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടാ ഇതാണോ ഫ്ലാറ്റ്? இவ்வளவு நேரமா ഇത് തിരിയുന്നില്ല. ആരെ? ഒടിഞ്ഞു പോകുന്നത്. മുകളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് ലിറ്റ് കൊടുത്തിട്ടെടുക്ക. ഞങ്ങള് വരുണ്ട ഫ്രണ്ട്സ് ആട്ടാ. ആഹാ എന്താ കാര്യം? ചേട്ടാ അവനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ചാവി വന്നിട്ട് പോയി. പക്ഷെ ഇത് തുറക്കാൻ നോക്കിട്ട് തുറയുന്നില്ല. അത് പൂട്ടി ജാമായോണ്ടായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. തന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയേ? അത് ജാമായതാ? എക്കള് ചേട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരും. ആ പിന്നെന്താ, കേറി വാ, വെള്ളം തരാം. അല്ല അത് വേണ്ട, എല്ലാരും ഉറക്കമായിരിക്കില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുൺ ഇപ്പൊ ഹാഫ് ഡെയിലി എടുത്തിങ്ങ് വരും. ആരും എഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നോ കേറി വന്നത്? ആ ഈ കിളിയും കൊണ്ട് അധികം ഉറക്കണമെന്ന് കറങ്ങണ്ട. നല്ല എക്കോ ഉള്ള ഫ്ലാറ്റ്, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റിയല്ല. പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. ചുമ്മാ ചുമ്മാ കേറി വാ. നമ്മളൊക്കെ கேரி வாக்குறாரு. பேசுறாரு. കേറ് കുത്തിരി വെള്ളം തരാം. ചെല്ല്. വാ പിള്ളേരെ വാ. ഒരു നാണം. ഭയപ്പെടി ഇക്കളക്കരയ്ക്ക് പോയി ഇക്കളക്കരയ്ക്ക് വന്നു. ഇക്കള പോയാ കേട്ടാ. മോനെ അല്ല അച്ഛനാ. നിങ്ങൾ വരുണ്ട ആരാന്നാ പറഞ്ഞേ? ഞങ്ങളെ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവന് ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാ. ആഘോഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്ത ഇതാ അല്ല കെട്ടിപ്പറിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റില്. എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? നെടുമ്പാശ്ശേരി ടെർമിനൽ മണ്ണില് വിട്ടു കാണും. വിളിച്ചു ചോദിക്കണം. എടോ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? അത് കാറില്. അതവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. അല്ല ഈ ഗസ് പറമ്പിൽ തന്നെയാണോ പാർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി ചോദിച്ചാ. ചില അലവരാതികളൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ഇല്ല, പുറത്ത് റോഡ് സൈഡിലിട്ട്. അല്ല ഇവിടെ നിന്ന് എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ஒருவேளை இவர் ஏதாவது லேண்ட்லாடா ஒருவேளை அந்த மாதிரி போகிறோம். എന്റെ മുതലാളിയാ ഒന്നെടുത്തോട്ട്. I don't have helicopter. You call police or forest authority, not me. ശുക്രൻ. എടാ കിങ്ങിണി കയറും മുട്ടിച്ചോണ്ട് ഓടി. എങ്ങട്? കിങ്ങിണി ആരാ? പശുവാ? കറകളെ കറക്കാനോട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? ദുബായ് സർക്കസിലാണോ ജോലി? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാൻ ഇപ്പൊ എന്റെ അച്ഛൻ്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഈ വരുൺ ബാച്ചലർ ആണല്ലേ? അല്ലേ? അതെ. എന്താട്ടാ? അല്ല ഇവിടെ പൊതുവെ ഫാമിലിക്ക് ഫ്ലാറ്റ് കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഇങ്ങനെ തലവരാതികൾക്കൊന്നും ഇവിടെ ഫ്ലാറ്റ് ആയി കൊടുക്കാത്തതാ. എന്നിട്ട് വരുൺ എങ്ങനെ കിട്ടി ഫ്ലാറ്റ്?
പുറത്ത് കുറെ അന്വേഷിച്ചേ അവസാനം ഈ തുക്കട സെറ്റപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ നമ്മളെ പോലെ അല്ലല്ലേ, ഏത് അലവലാദികളുടെ കൂടെ മേണ താമസിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി കുമ്പാർണനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, അയാളുടെ കൂർക്കമ്പലി കേട്ട് വരം പിടിച്ച് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. ഒരു കള്ളം വന്ന് കയറി അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. മേളിലോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളിലോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാൻ പറ്റിയൊരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണം ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നേന്ന്. ഓട്ടെ എന്റെ കിങ്ങിണി അറിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. ഇല്ല. അതെ വരും വിളിക്കണം. ആ ഹലോ, ആ നീ എവിടെയാ? നിന്റെ വാതിൽ തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക. അല്ലല്ല, ഇത് 6A. ഫ്ലോർ മാറിപ്പോയാ. സോറി, ഞങ്ങളെ മോളില. സോറി സോറി സോറി. മോനെ മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. ചേച്ചി ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി ടാറ്റ. ഹായ്, എന്ത് ശരിയാണത്? അടുത്ത വീട്ടിലെ ചേണ്ടായിന്ന് പഠിച്ച ഇവര് ഫ്ലാറ്റ് മാറിപ്പോയി, എന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടൻ. അവിടത്തെ ചേട്ടനെ മോനെ കാണുന്നു. ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോയിരിക്കും. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികനെ. താമസമുണ്ടോ? ഇവിടെ എന്റെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എന്നാ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി എടുക്കാം. ഈ രാത്രി പോയി മുട്ടണ്ട. കിടന്നുണ്ടാവും. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയാൽ പണി പാടുമ്പോ അവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. കുഴപ്പമില്ല. പിന്നെ ഉറങ്ങി എത്ര പെട്ടെന്ന്. ഇവിടെ നീ നേരത്തെ ഇട്ടേക്കൾ ഒന്നോടെ ഇട്ടേ, ചിലപ്പോൾ തുറന്നാലേ. ചേടാ ഇത് എന്തൊരു ഉറക്കം. അവരെ ലൈറ്റൊക്കെ കിടത്തി കിടന്നു തോന്നുന്നു. നാളെ വന്ന് ചോദിക്കാടാ. നീ എവിടെയും പോണില്ലല്ല. எங்கடா போயிருந்தாங்க இவங்க? ஒற்றை அடிச்சுட்டு அந்த இடம் அடப்பாவிகளா. இது செம்மையா இருந்துச்சா? horror ஒரு மாதிரி ஒரு ஹாரர், டார்க் ஹாரர் காமெடி மாதிரி வந்து இருந்துச்சுன்னு. பட் அஃப்கோர்ஸ் யா, ஆக்சுவலாக வந்து நிறைய பேர் ஜாம் 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 சொல்லிகிட்டே இருந்தாங்க. ஸோ வி வெரி வெரி ஹாப்பி டு ஹவ் ரியாக்டட். ஆனால் ஃபர்ஸ்ட் வந்து கொஞ்சம் அந்த கிரெட்டாவோட இது வந்ததுனால கொஞ்சம் சீக்கிரமே வந்து முடிஞ்சிருச்சு அப்படின்னு வந்து நான் நினைக்கிறேன். அண்ட் அஃப்கோர்ஸ் அந்த லாஸ்ட்டில் என்ன சொல்கிறது, 3 பேரும் ஒரே ஃபேஸ் இருந்தபோது கூட எனக்கு ஏதோ பயமாக தான் இருந்தது. ஆனால் அதுக்கப்புறம் பையனை மட்டும் பார்த்தனால சரி அப்பாவுக்கு பையன் ஒரே மாதிரி ஃபேஸ் நினச்சிட்டாங்க. ஆமாம், அவங்க லேடியும் வந்து சேர்ந்து பார்த்தாங்கன்னா அவங்களுக்கு வந்து மேபி இன்னும் வந்து அவங்களுக்கு விட்டோடா அப்படியே ஓடி இருப்பாங்கன்னு நினைக்கிறேன். பட் வந்து அதுதான் சஸ்பென்ஸு. ஸோ அதனால வந்து லைக் இவரே வந்து கேட்குறாரு ஃப்ரெண்டு 6 ஆக்குபை ஆயிடுச்சா அப்படின்னு வந்து கேட்குறாரு. ஸோ அதனால வந்து லைக் இது நல்ல செமையான ஒரு ஃபினிஷ் இந்த எபிசோடுக்கு. ஸோ லெட்ஸ் வெயிட் அண்ட் see. யா, ஸோ அடுத்த வீடியோ வரணும். அதுக்கப்புறம் அதுதான் ஃபைனல் பார்ட்டா இல்லை பார்ட் 2 பார்ட் 3 அந்த மாதிரி ஏதாவது இருக்குமா அப்படிங்கிறதும் தெரியல. அண்ட் அஃப்கோர்ஸ் வந்து அதோட சப்டைட்டில்ஸ் வந்ததுக்கப்புறம் தான் நம்மளால அப்போ தான் ஃபுல்லாக வந்து ரியாக்ட் பண்ண முடியும். சரியா? ஸோ ஒரு குறையும் வச்சிடக்கூடாதுல்ல ரியாக்ட் பண்ணும்போது. ஸோ அதான் அந்த எபிசோட் வந்து அந்த எபிசோட் வந்து 2 to 3 days சப்டைட்டில்ஸ் வந்துடும். ஸோ அதுக்கப்புறம் நம்ம வந்து ரியாக்ட் பண்ணி போடுறோம். யா, ஸோ வித் தட் செட் ஐ திங்க் ஸ்டோரி அண்ட் டைரக்ஷன் வந்து பினாய் அண்ட் ஜான்ங்கிற. ஓ என்னையா வினாய் ஜான் அவரா வருண் அவரா வினாய் அவரா தெரியல. அண்ட் யா, மற்ற கருக்கு டீம்லேயும் வந்து ஆளுங்கள்லாம் இருக்காங்களா, அதெல்லாம் அடுத்தடுத்த பார்ட்டில் தான் நம்மளுக்கு வந்து தெரியும் அப்படின்னு நினைக்கிறேன். அஃப்கோர்ஸ் லுக்கிங் ஃபார்வர்ட் அண்ட் யா, see you all soon. அதர் ரியாக்ஷன்.